PSC ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സോഷ്യൽ സയൻസ് കേറ്റഡ് കാറ്റഗറി 3 സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേറ്റഡ് കാറ്റഗറി 3 സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ഉടൻ തന്നെ ആരംഭിക്കണം. കാരണം എന്താണ്, നമുക്ക് പരീക്ഷ വരാറായില്ലേ. ഇനി 1-2 മാസങ്ങൾ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്കായിട്ടുള്ളൂ. ഡിസംബർ മാസം തുടക്കത്തിലായിരിക്കും പരീക്ഷ. നവംബർ ആദ്യ വാരങ്ങളിൽ നോട്ടിഫിക്കേഷൻ വന്ന് ഡിസംബർ ഫസ്റ്റ് വീക്ക് ഓർ സെക്കൻഡ് വീക്കായിരിക്കും എക്സാം ഉണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് മറ്റുള്ള PSC പരീക്ഷകൾ പോലെയല്ല, നമുക്ക് ഇന്ന ദിവസം അല്ലെങ്കിൽ ഇന്ന സമയത്തായിരിക്കും എക്സാം എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്താണ്, വർഷത്തിൽ 2 തവണയാണ് കേട്ടിട്ടുള്ളത്. നേരത്തെ 3 തവണയായിരുന്നു. ഇപ്പം നിലവിൽ 2 തവണ മാത്രമേ ഉള്ളൂ, ഒരു വർഷത്തെ തുടക്കത്തിലും ഒരു വർഷത്തിൻ്റെ അവസാനത്തിലും. അപ്പോൾ ഈ വർഷത്തെ ഒരു കേറ്റേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനി ഒരു കേറ്റ് വരാനുണ്ട്. അതെന്ത് നോട്ടിഫിക്കേഷൻ വരും? നവംബറിൽ നോട്ടിഫിക്കേഷൻ വന്ന് കൃത്യം ഒരു മാസം കഴിഞ്ഞാലാണ് പരീക്ഷ. അപ്പോൾ നവംബറിൽ നോട്ടിഫിക്കേഷൻ വന്ന് ഡിസംബർ ആദ്യ ആഴ്ചയിലോ 2ാം ആഴ്ചയിലോ പരീക്ഷ ഉണ്ടായിരിക്കും. ഈ തവണത്തെ കേറ്റഡ് കാറ്റഗറി 3യുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? അത് വേറൊന്നുമല്ല, എന്താണ്, HSAക്ക് മുമ്പുള്ള അവസാന കേറ്ററ്റാണ്. ഈ ഒരു കേറ്ററ്റ് കഴിഞ്ഞാൽ പിന്നെ HSAക്ക് വേണ്ടി ഒരു കേറ്ററ്റ് ഉണ്ടായിരിക്കില്ല. HSAയുടെ നോട്ടിഫിക്കേഷൻ അടുത്ത വർഷം, അതായത് 2025 ഒരു മാർച്ച് ഏപ്രിൽ മെയ് സമയങ്ങളിലൊക്കെ ആകുമ്പോഴത്തേനും വരും. അന്നേരം നിങ്ങളുടെ റിസൾട്ടൊക്കെ വന്ന് നിങ്ങൾക്കും ആ ഒരു പരീക്ഷയിൽ പങ്കെടുക്കാനായിട്ട്, വിജയിച്ച് കഴിഞ്ഞാൽ പരീക്ഷയിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ HSAയുടെ പ്രത്യേകത എന്താണ്? ഇത് അവസാന HSA ആണ്. ഈ ഒരു HSA ഉണ്ടായിരിക്കില്ല. ഈ ഒരു HSAയോട് കൂടി നമ്മുടെ HSA മേഖല അവസാനം. നിങ്ങൾക്കറിയാം, ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ലയനം വരാൻ പോവുകയാണ്. തീർച്ചയായും ലയനം വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ HSA എന്ന് പറയുന്നൊരു പോസ്റ്റ് എടുത്ത് കളയുകയാണ്. അപ്പോൾ ആ കാരണം കൊണ്ട് തന്നെ നമ്മൾ എന്താണ്, അവസാന കാറ്റഗറി 3 അവസാനത്തെ ആയിരിക്കും. കാരണം ഒരു HSA ഇനി വരാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാറ്റഗറി 3 കൊണ്ട് എന്താണ്, ഈ ഒരു കാറ്റഗറി 3 എഴുതിയെടുത്തില്ലെങ്കിൽ HSA എഴുതാനുള്ള വലിയൊരു അവസരം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ HSA എഴുതാൻ ആഗ്രഹിക്കുന്നവർ, കാറ്റഗറി 3 ഇല്ലാത്തവർ നിർബന്ധമായും കാറ്റഗറി 3 എഴുതിയെടുക്കുക. ഇത്രയും വലിയൊരു അവസരം നിങ്ങൾ കൺമുന്നിൽ തട്ടിക്കളയാതിരിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ മാരത്തോൺ വീഡിയോ എന്ന രീതിയിൽ കാറ്റഗറി 3 സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. എക്സാം കഴിയുന്നത് വരെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. കൃത്യമായി സിസ്റ്റമാറ്റിക്കായിട്ട് പുതിയ പാറ്റേണിൽ തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. നമുക്കറിയാം 2012 കേറ്ററ്റ് വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് 2012 വന്ന കേറ്ററ്റിന് ഇപ്പോൾ ഈ റീസെൻറ്റ് ഇയറായിട്ട്, അതായത് 2020 മുതൽ വിജയശതമാനം എന്ന് പറയുന്നത് 22%, 21%, 25% എന്നിവയൊക്കെ പറഞ്ഞ് വളരെ ശതമാനം വിജയം കുറവാണ്. 21 വരെയുള്ള കേസുകൾ എടുത്തു നോക്കി, ഒത്തിരി ശതമാനം വിജയം കുറവാണ്. എന്തുകൊണ്ടാണത്? നിങ്ങൾക്കറിയാം, PSC പരീക്ഷയിൽ മാറ്റം വന്നതുപോലെ കേറ്ററ്റ് പരീക്ഷയിലും മാറ്റം വന്നിട്ടുണ്ട്. കേറ്ററ്റിൻ്റെ ക്വസ്റ്റ്യൻ്റെ പാറ്റേണുകൾ മാറ്റം വന്നിട്ടുണ്ട്. പഴയ ഒരു ട്രെൻഡിലല്ല കേറ്ററ്റ് ഇപ്പോൾ പരീക്ഷ പോകുന്നത്. അതാണ് ഈ വിജയശതമാനത്തിന് ഒരു പരിധി വരെ കാരണമെന്ന് പറയുന്നത്, കുറയാൻ കാരണം. അപ്പം നമ്മൾ എന്താണ്, ട്രെൻഡിനനുസരിച്ച് മാറിയെങ്കിൽ മാത്രമേ നമുക്കും വിജയശതമാനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ജനറൽ കാറ്റഗറിക്ക് 90 മാർക്കും OBC കാറ്റഗറി അതുപോലുള്ള മറ്റുള്ള കാറ്റഗറികൾക്കൊക്കെ 82 മാർക്കുമാണ് ഈ ഒരു പരീക്ഷ വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് വേണ്ടത്, അല്ലേ? അപ്പോൾ നമ്മൾ അത്രയും മാർക്ക് നേടിയെടുക്കണം. PSC പരീക്ഷ പോലെ അല്ല, നെഗറ്റീവ് മാർക്കില്ല എന്നോർത്ത് കറക്കി കുത്തി നമ്മൾ ശരിയാകണമെന്നുമില്ല. കൃത്യമായി പഠിച്ചെങ്കിൽ മാത്രമേ, അത് സിലബസ് അറിഞ്ഞ് സിലബസിൽ നിന്നുകൊണ്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കേറ്ററ്റ് സ്വന്തമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആദ്യം നമ്മൾ എന്തറിയണം? സിലബസ് അറിയണം. കുറേ പേര് ചുമ്മാ അപ്ലൈ ചെയ്യും. പൈസ, നിങ്ങൾക്കറിയാം PSC പരീക്ഷ പോലെ അല്ലാതെ പൈസ കൊടുത്ത് അപ്ലൈ ചെയ്യണം. അങ്ങനെ കൊടുത്ത് അപ്ലൈ ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യില്ല, പഠിക്കില്ല, പരീക്ഷ എഴുതും, നമ്മൾ ഫെയിലാവും. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് സിലബസ് അറിഞ്ഞൊന്ന് പഠിച്ചു നോക്കിയേ, പുതിയ ട്രെൻഡ് അറിഞ്ഞൊന്ന് പഠിച്ചു നോക്കിയേ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേറ്റ് പരീക്ഷ വിജയിക്കാനായിട്ട് സാധിക്കും. ഇപ്പോഴത്തെ ഒരു പണ്ടൊക്കെ ഇനി 2012 നിലവിൽ വന്ന കേറ്റിട്ട് 7 വർഷമായിരുന്നു വാലിഡിറ്റി ഉണ്ടായിരുന്നുള്ളൂ. 7 വർഷം കഴിഞ്ഞ് എന്താണ്, ഒരു എക്സാം എഴുതിയിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും PSCയിലൊന്നും ജോലി കിട്ടിയില്ല, പിന്നെ നമ്മൾ വീണ്ടും 7 വർഷം കഴിയുമ്പോൾ കേറ്റ് എഴുതിയെടുക്കണം. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ആജീവനാന്ത വാലിഡിറ്റിയാണ്. ഒറ്റ തവണ പാസ്സായാൽ മതി, പിന്നെ കേറ്റിട്ട് പരീക്ഷയിലേക്ക് നിങ്ങൾ നോക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ നമുക്ക് നല്ല രീതിയിലൊന്ന് പ്രിപ്പയർ ചെയ്ത് പോവുകയാണെങ്കിൽ കേറ്റിട്ട് വിജയിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സോഷ്യൽ സയൻസ് ആണ് പഠിക്കാൻ വേണ്ടി എടുത്തേക്കുന്നത്. സോഷ്യൽ സയൻസ് നമുക്ക് ആദ്യം സിലബസ് ഒന്നറിയാം. എന്താണ് സിലബസ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള പഠനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള ക്ലാസ്സുകൾ ആർക്കെങ്കിലും വേണമെങ്കിൽ സോഷ്യൽ സയൻസ് അല്ലാതെ വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ അതും എടുക്കുന്നതായിരിക്കും. അവർ കാറ്റഗറി 1ൻ്റെ ഒക്കെ ക്ലാസ്സുകൾ നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സോഷ്യൽ സയൻസ് സിലബസ് ഒന്ന് പരിചയപ്പെടാം. സോഷ്യൽ സയൻസിന് മൊത്തം 80 മാർക്കാണ് ഇപ്പോൾ സിലബസിൽ പരാമർശിച്ചിരിക്കുന്നത്. അതിൽ ഹിസ്റ്ററിയിൽ കേരള ഹിസ്റ്ററി,
ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി എന്നിങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഹിസ്റ്ററിയെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഹിസ്റ്ററിക്ക് മൊത്തം 15 മാർക്കാണ് അതിൽ വരുന്നത്. അതിൽ കേരള ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, അതുകൂടാതെ ഏത് ഹിസ്റ്ററിയും കൂടെ ഉണ്ട്, വേൾഡ് ഹിസ്റ്ററിയും കൂടി കടന്നു വരുന്നുണ്ട്. ഇനി ജോഗ്രഫിയിൽ 15 മാർക്കാണ്. അറ്റ്മോസ്ഫിയർ, ലിതോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, മോഡേൺ ടെക്നിക്സ് ഇൻ ജോഗ്രഫി, അതുപോലെ തന്നെ കോണ്ടിനെൻറ്റ്സ് ഓഫ് ദ വേൾഡ്, ഇന്ത്യയുടെ ഫിസിക്കൽ, എക്കണോമിക്കൽ, ഹ്യൂമൻ ആസ്പെക്ട്സ് ഒക്കെ, പിന്നെ മാപ്പ് ആൻഡ് മാപ്പ് സ്റ്റഡികളൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. ഇത്രയും ടോപ്പിക്ക് ജോഗ്രഫിയിൽ വരുന്നതാണ്. ജോഗ്രഫിയിലും എത്ര തന്നെ മാർക്കാണ് പരാമർശിച്ചിരിക്കുന്നത്, 15 മാർക്കാണ് പരാമർശിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, സെക്ടേഴ്സ് ഓഫ് ദ എക്കോണമി, ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ്, എക്കണോമിക് സിസ്റ്റം ആൻഡ് സ്റ്റേറ്റ് ഫിനാൻസ്, മണി ആൻഡ് ഫിനാൻഷ്യൽ സിസ്റ്റം, ഗ്ലോബലൈസേഷൻ, ഇത്രയും കാര്യങ്ങളാണ് എവിടെ വരുന്നത്, എക്കണോമിക്സ് വരുന്നത്. എക്കണോമിക്സിൽ 10 മാർക്കാണ് എക്കണോമിക്സ് പരാമർശിച്ചിരിക്കുന്നത്. പിന്നെ അടുത്ത് വരുന്നതാണ് പൊളിറ്റിക്കൽ സയൻസ്. പൊളിറ്റിക്കൽ സയൻസിനും 10 മാർക്കാണ്. ഡെമോക്രസി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഗവൺമെൻറ് പോളിസീസ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഗവൺമെൻറ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സ്, പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ, ഹ്യൂമൻ റൈറ്റ്, പിന്നെ എന്താണ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്, പൊളിറ്റിക്കൽ സയൻസിൽ വരുന്നത്. പൊളിറ്റിക്കൽ സയൻസിനും 10 മാർക്കാണ് വരുന്നത്. പിന്നെയാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഭാഗം പെഡഗോഗിയാണ്. പെഡഗോഗിയിൽ 30 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് പെഡഗോഗി എന്ന് വരിക. പെഡഗോഗി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പെഡഗോഗി അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 25 മാർക്ക് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അത്രയും ഇമ്പോർട്ടൻസ് എന്തിനുണ്ട്, പെഡഗോഗിക്കുണ്ട്. പെഡഗോഗി നല്ല രീതിയിൽ അറിഞ്ഞു പഠിക്കണം. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏത് കാറ്റഗറിയിലാണോ ഉള്ളത്, അപ്പോൾ ഞാൻ ജനറൽ കാറ്റഗറിയാണ്, അല്ലെങ്കിൽ ഞാൻ OBC കാറ്റഗറിയാണ്, എനിക്ക് ഇത്ര മാർക്കാണ് വേണ്ടത്. അപ്പോൾ ഇത്ര മാർക്ക് വേണമെങ്കിൽ ഈ ഒരു സിലബസിൽ എത്ര മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട്. സോഷ്യൽ സയൻസിന് ഇത്ര, ഇംഗ്ലീഷാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ഇംഗ്ലീഷിന് ഇത്ര മാർക്ക്, അല്ലെങ്കിൽ മലയാളമാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ മലയാളത്തിന് ഇത്ര മാർക്ക്, അതല്ല ഞാൻ സൈക്കോളജി എടുക്കുമ്പോൾ സൈക്കോളജിയിൽ എത്ര മാർക്ക് സ്കോർ ചെയ്യണം, അങ്ങനെ എനിക്ക് എത്ര മാർക്ക് വേണം. എനിക്ക് 82 മാർക്കാണ് ജയിക്കാൻ വേണ്ടെങ്കിൽ നമ്മൾ എത്ര മാർക്ക് എയിം ചെയ്യണം, 90 മാർക്ക് എയിം ചെയ്യണം. എനിക്ക് 90 മാർക്കാണ് ജയിക്കാൻ വേണ്ടെങ്കിൽ ഞാൻ 100 മാർക്ക് എയിം ചെയ്യണം. അങ്ങനെ ഇത്ര എയിം ചെയ്താലാണ് നമുക്കൊരു 82 ഇപ്പോൾ 100 മാർക്ക് എയിം ചെയ്ത് 90 എത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ 90 മാർക്കിന് എയിം ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. സോഷ്യൽ സയൻസ് ആണ് എൻ്റെ സബ്ജക്റ്റ്. ഞാൻ പൊളിറ്റിക്കൽ സയൻസ് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല, പക്ഷേ ഇത്ര കാര്യങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഈ ഭാഗങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും പഠിക്കണം. പെഡഗോഗിയിൽ ഇന്ന ഭാഗത്തിനാണ് ഇമ്പോർട്ടൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നിങ്ങൾ നോക്കണം. അപ്പോൾ ഇന്ന ഭാഗത്തിന് ഇമ്പോർട്ടൻസ്. അപ്പോൾ പെഡഗോഗിയിൽ നിന്ന് എനിക്ക് 30 ഒരു 20 മാർക്ക് സ്കോർ ചെയ്യണം. 20 മാർക്കിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് ഇമ്പോർട്ടൻസ് അത് തറമായിട്ട് പഠിക്കണം. അങ്ങനെ നമ്മൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അവരവരുടെ കാറ്റഗറി അറിഞ്ഞ് എനിക്ക് ഇത്രയും മാർക്കാണ് വേണ്ടത്, ഇത്രയും മാർക്കാണ് ഞാൻ എയിം ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സിലബസിലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വെച്ച് പഠിച്ചെങ്കിൽ മാത്രമേ എന്ത് സാധിക്കുകയുള്ളൂ, ഇപ്പോൾ പുതിയ മോഡേൺ പാറ്റേൺ അനുസരിച്ച് നമുക്ക് ഇത്ര മാർക്ക് സ്കോർ ചെയ്യാനും കേട്ടിട്ട് വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്താണ്, ഹാർഡ് വർക്കിനേക്കാൾ കൂടുതൽ സ്മാർട്ട് വർക്ക് എടുത്തെങ്കിൽ മാത്രമേ നമുക്കിപ്പോൾ കേട്ടിട്ട് ജയിക്കാൻ പറ്റുള്ളൂ. അത്രയും രീതിയിൽ ട്രെൻഡിങ് അത്രമാത്രം മാറ്റങ്ങൾ ഇപ്പോഴത്തെ ചോദ്യങ്ങളിൽ വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം പാറ്റേണുകൾ നമ്മൾ 2020 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയേ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് 2023, 24 ഘട്ടങ്ങളിൽ വന്നിട്ട് പരീക്ഷയുടെയൊക്കെ ഒത്തിരി മാറ്റങ്ങളാണ്. നമുക്ക് ഇന്നതാണ് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. PSC പരീക്ഷ പോലെ തന്നെ ഇതും മാറിക്കൊണ്ടിരിക്കുകയാണ്. നാളെ ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ചോദ്യങ്ങൾ കടന്നു വരാം, ചിലപ്പോൾ നാളെ നെഗറ്റീവ് മാർക്ക് കയറി വരാം. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. പോകെ മാറ്റങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അതിനൊക്കെ മുമ്പ് നമ്മൾ എന്ത് നേടിയെടുക്കണം, കേട്ടിട്ട് നേടിയെടുക്കണം. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ കൃത്യമായ സിലബസ് അടിസ്ഥാനത്തിൽ ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കേറ്റഡ് കാറ്റഗറി 3ക്കും 2നൊക്കെ വേണ്ടി പഠിക്കുന്നതിന് വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും അതിനായിട്ട് ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് സിലബസ് അറിഞ്ഞ് പഠിക്കാം. ഈ തവണത്തെ കേറ്റഡ് 3 നമ്മൾ എന്തായാലും പാസ്സായിരിക്കും. നിങ്ങൾ കൂടെ നിന്നാൽ മാത്രം മതി. നമ്മൾ കൃത്യമായിട്ട് സിലബസ് അറിഞ്ഞ് തന്നെ മികച്ചതായി പഠിച്ച് പോകുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ക്ലാസ്സുമായി കാണാം. താങ്ക് യു സോ മച്ച്.